സിഹി സംസാരിച്ചത് മതി, ഉറങ്ങിക്കോ. സീത, സീത, മരുന്ന് കഴിക്കാം. എനിക്കെന്തിനാ ടാബ്ലറ്റ്സ്? അന്ന് ആക്സിഡന്റ് പറ്റിയതല്ലേ, ഡോക്ടർ കഴിക്കാൻ പറഞ്ഞ ഡെയിലി കഴിക്കണമെന്ന് അഡ്വൈസ് ചെയ്തിരുന്നു. എനിക്ക് വേണ്ട. അങ്ങനെയൊന്നും പറയല്ലേ, ഇതാ കഴിക്കേ. റാം, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞതിന് ശേഷവും ഞാൻ എന്തിനാ ഈ ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്നത്? ഇപ്പൊ നീ ടാബ്ലറ്റ് കഴിക്കാതെ ഇങ്ങനെ വാശി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിഹി ഇതൊക്കെ കണ്ടല്ലേ പഠിക്കുക. നാളെ ഒരു പനി വന്നു കഴിഞ്ഞാൽ ടാബ്ലറ്റ്സ് കഴിക്കില്ല, നിന്നെ പോലെ വാശി പിടിക്കും. അങ്ങനെ ചെയ്ത് നീ സമ്മതിക്കുവോ? അതുകൊണ്ട് ഇതാ കഴിക്കേ. മിടുക്കി കുട്ടി. അച്ഛാ, ഞാനല്ലേ നിങ്ങളുടെ മിടുക്കി കുട്ടി? എന്നെ ഒന്ന് കൊഞ്ചിക്ക്, എനിക്കൊരു ഉമ്മതാ. നിങ്ങൾ സീതമ്മയ്ക്ക് മാത്രം ഉമ്മ കൊടുക്കുന്നേ, എന്നോട് സംസാരിക്കുന്ന പോലും ഇല്ല. ഞാൻ നിന്നോട് കൂട്ടുകെട്ടി. കിടക്കാം. എന്താ സീത, ഉറക്കം വരുന്നില്ലേ? ഇല്ല റാം, എനിക്ക് ഉറക്കം കിട്ടാതായിട്ടുണ്ട്. കണ്ണൊന്ന് അടച്ചു കഴിഞ്ഞാ ആരോ നമ്മുടെ സിഹിയെ തട്ടിക്കൊണ്ടു പോകുന്ന പോലൊക്കെ തോന്നാറുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കില്ല സീത, നീ കിടന്നോ. സീതമ്മ, നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലേ? പാവാ നിങ്ങള്. എനിക്കെന്തോ ഉറക്കം വരുന്നില്ലല്ലോ അമ്മേ. നിങ്ങൾക്ക് ഇപ്പൊ ഉറക്കം വരുന്നുണ്ടോ? സീതമ്മ, ഞാൻ നിനക്ക് താരാട്ട് പാടിത്തരാം, കേട്ടുറങ്ങിക്കോ. ആരോ രാരി രാരാരോ, അമ്മയുടെ കുഞ്ഞ് ഉറങ്ങിക്കോ. ആരോ രാരോ രാരീരിരോ, അമ്മയുടെ മുത്ത് ഉറങ്ങിക്കോ. ആരോ രാരി രാരാരോ, അമ്മയുടെ കുഞ്ഞ് ഉറങ്ങിക്കോ. ഹായ്, ഞാൻ താരാട്ട് പാടിയപ്പോ സീതമ്മ പെട്ടെന്ന് ഉറങ്ങിയല്ലോ. ഗുഡ് നൈറ്റ് സീതമ്മ. ഒന്നുമില്ല. എത്ര ദിവസങ്ങൾക്ക് ശേഷമാ
ഇത്ര പീസ്ഫുൾ ആയിട്ട് എൻ്റെ സീത കിടന്നുറങ്ങുന്നത്? അച്ഛാ, ഞാനിവിടെ നിക്കണ്ട്. എന്റെ മുമ്പിൽ വെച്ച് സീതമ്മയ്ക്ക് ഉമ്മ കൊടുത്താ നാണം വരില്ല എനിക്ക്. നീ എന്ന് സന്തോഷമായിട്ടിരിക്കണം സീത. ഐ നോ നമ്മുടെ ലൈഫിലെ സന്തോഷം സിഹി മരിച്ചതോടെ ഇല്ലാതായിന്ന്. എന്നാലും നിനക്ക് വേണ്ടി ഞാനും എനിക്ക് വേണ്ടി നീയും എന്ന് സന്തോഷമായിട്ടിരുന്നേ പറ്റൂ. കുറച്ച് ദിവസമൊക്കെ പ്രയാസം ഉണ്ടാവും. ബട്ട് വി ഹാവ് ടു, വി ഷുഡ്, വി മസ്റ്റ് സീത. നീ ഇങ്ങനെ എല്ലാത്തിനെയും പേടിച്ച് എല്ലാം മറന്നതുപോലെ സാങ്കല്പിക ലോകത്ത് നിൽക്കുമ്പോൾ അതെങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റുക? നിങ്ങൾ എന്താ ഇത് കുസുകുസു എന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നേ? നിങ്ങൾ ഇതുവരെ സീതമ്മയെ കൊഞ്ചിച്ച് കഴിഞ്ഞില്ലേ? ശരി, നിങ്ങൾ എത്ര വേണമെങ്കിലും ഉമ്മ കൊടുത്തോ, ഞാൻ ഇവിടെ കണ്ണടച്ച് നിന്നോളാം. ഇന്ന് സിഹിയുടെ കർമ്മ നീ വേണം അത് മുമ്പിൽ നിന്ന് നടത്താൻ സീത. അപ്പോഴേ നമ്മുടെ സിഹിമോൾക്ക് സന്തോഷമാകും. അയ്യോ, അച്ഛൻ എങ്ങോട്ട് പോയി? എന്റെ കഴുത്തിലുള്ള ചെയിന് അവിടെ എങ്ങനെ വന്നു? അതെങ്ങനെയാ കേട് വന്നേ? സിഹിമോളെ, എന്താ അച്ഛാ? രണ്ട് ചെയിനിപ്പോ എവിടുന്നാ വന്നേ? റാം, ഇതെങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. മോളെ, ഇത് ഇഷ്ടപ്പെട്ടു നിനക്ക്? സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് സിഹിയെ അഡോപ്റ്റ് ചെയ്യാനുള്ള ഈ പേപ്പറിൽ സൈൻ ചെയ്യാം. സീതമ്മ, എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കണം. സീതമ്മ, വാ. സീതമ്മ, അന്ന് ആ ആക്സിഡന്റ് നടന്നതിന് ശേഷം എന്നെ ആർക്കും കാണാൻ പറ്റുന്നില്ലല്ലോ. സീതമ്മ, നിനക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലേ? എന്ന് നിങ്ങൾ നേരത്തെ എഴുന്നേറ്റ് എന്നെയും അച്ഛനെ ലേറ്റ് ആയിട്ടാ എഴുന്നേപ്പിക്കുന്നേ. ഇന്ന് ഞാനും അച്ഛനും വേഗം എഴുന്നേറ്റു. നീ നല്ല ഉറക്കത്തിലാ. ഉറങ്ങിക്കോ സീതമ്മ.
അല്ലടാ. എത്ര നല്ല സ്വപ്ന ഞാൻ കണ്ടതെന്നറിയോ? അമ്മ പറയാറുണ്ടല്ലോ, പുലർച്ചെ കാണുന്ന സ്വപ്നം ബലിക്കുമെന്ന്. എന്നിട്ട് എന്റെ ചക്കരമോള് എന്ത് സ്വപ്ന കണ്ടത്? കാവേരി ചേച്ചി, സ്വപ്നത്തില് എന്റെ അമ്മ വന്നിരുന്നു. ഇവള് വീണ്ടും തുടങ്ങി ഇവളുടെ കഥ. അമ്മയുടെ കൂടെ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ചേച്ചി. അമ്മ എനിക്ക് ഇക്കിളിയിട്ട് തരുമായിരുന്നു, ചിരിപ്പിക്കുമായിരുന്നു. സുബി, how many time you tell the അതേ കഥ? കഥയല്ല ജാക്കി ചേട്ടാ, എന്റെ സ്വപ്നത്തിലെ എന്റെ അമ്മ എപ്പോഴും വരാറുണ്ടല്ലോ. എന്റെ കൂടെ കളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, ഇക്കിളിയാക്കാറുണ്ട്, എന്നെ കെട്ടിപ്പിടിക്കാറുണ്ട്. അറിയോ? നിന്റെ അമ്മ എവിടെ ഉള്ളതെന്ന് ഇന്നത്തെ സ്വപ്നത്തിലെങ്കിലും കണ്ടോ നീ? കാണാൻ നീ സമ്മതിച്ചില്ലല്ലോ. എന്റെ അമ്മയുടെ മുഖം ഞാൻ കണ്ടു വന്നതാ. അപ്പോഴേക്കും എന്നെ എഴുന്നേപ്പിച്ചില്ലേ? എന്ന് വെച്ചാ ഇന്ന് നിനക്ക് അമ്മയുടെ മുഖം കാണാൻ പറ്റില്ലേ സുബി? ഇല്ല കാവേരി ചേച്ചി. അതെങ്ങനെയാ ഇല്ലാത്തൊരു അമ്മയുടെ മുഖം കാണാൻ പറ്റുന്നേ? ഇവക്കിത് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല. എടാ തമ്പാനെ, എനിക്ക് അമ്മയുണ്ട് കേട്ടോ. നീ അത് വിട്. ഇനി നീ സ്വപ്നം കാണുമ്പോ എന്തായാലും നിനക്ക് അമ്മയെ കാണാം. സ്വപ്നത്തിലല്ല കാവേരി ചേച്ചി, ഇനി ഞാൻ എന്റെ അമ്മയുടെ മുഖം കാണുന്നത് നേരിട്ടായിരിക്കും. ആണോ? എന്നാ കാണാം. ആ, നമുക്ക് കാണാം. സുബി, കുട്ടിലിംഗം, എന്തിനീ ഹെൻ ഫൈറ്റ്? സ്റ്റോപ്പ് ചെയ്യാം. ഹെൻ ഫൈറ്റോ? അതെന്താ? അയ്യോ, ഞാൻ നിങ്ങളോടാണല്ലോ അല്ലേ ഈ ഇംഗ്ലീഷ് പറഞ്ഞേ. ഐ ഡോണ്ട് ഹാവ് ബ്രെയിൻ. അല്ല, ഹെൻ ഫൈറ്റ് എന്താണെന്ന് അറിയില്ലേ? ഹെൻ എന്ന് പറഞ്ഞാ കോഴി, ഫൈറ്റ് എന്ന് പറഞ്ഞാ പോര്, ഹെൻ ഫൈറ്റ് എന്ന് പറഞ്ഞാ കോഴിപ്പോരെന്നാ. കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുന്നേ. എല്ലാത്തിനും എന്നെങ്കിലും ഡിപ്പെൻഡ് ചെയ്താ എങ്ങനാ? അതെ അതെ, നീ വലിയ ഇംഗ്ലീഷ് സാറ്, ഞങ്ങളെ പഠിപ്പിക്കാൻ. ഓ, നിർത്തുന്നുണ്ടോ ലേലം വിളി? രാവിലെ തന്നെ റേഡിയോ തുറന്നല്ലോ. കാവേരി, ഇതൊക്കെ മടക്കി വെക്ക്. ജാക്കി, കുട്ടിലിംഗം, പോയി പ്രാക്ടീസ് തുടങ്ങിക്കോ. സുബി, പോയി മുഖം കഴുകിയിട്ട് വാ. എനിക്ക് വേണ്ടി ഇന്നിവിടെ പൂജ നടത്തുന്നുണ്ട്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക. പൂജ നടന്നു കഴിഞ്ഞാ എന്നെ എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ. അച്ഛാ, ഞാനും ഹെൽപ്പ് ചെയ്യട്ടെ? റാം, എന്നെ ഒന്ന് വിളിച്ചൂടെ? എന്തിനെല്ലാം നിങ്ങൾ തന്നെ ചെയ്യുന്നേ? സ്വാമിജി എത്തിയില്ലല്ലോ. എപ്പോഴാ വരുന്നത്? നിങ്ങൾ വിളിച്ചായിരുന്നോ? ഓൺ ദ വേ ആണ്, ഇറങ്ങിയിട്ടുണ്ട്. സീതേ, നീ പോയി റെസ്റ്റ് എടുത്തോ. ഇതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. മേമ, വീട്ടിലൊരു പൂജ നടക്കുമല്ലേ, ഒരുപാട് ജോലി ഉണ്ടാവും. റെസ്റ്റ് ഒക്കെ അത് കഴിഞ്ഞെടുക്കാന്നേ. ഇപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. എനിക്ക് റെസ്റ്റ് ഒന്നും വേണ്ട. എന്താ ഭാർഗവ് കാണുന്നേ? പാവം സീതയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ? എല്ലാരും മാച്ച് തോറ്റ സങ്കടത്തിലാ ഉള്ളത്. പക്ഷെ നീയോ IPL ജയിച്ച സന്തോഷത്തിലാ ഉള്ളത്. ദേശായി കുടുംബത്തിന്റെ വംശം നിലനിർത്താൻ ഒരു കുഞ്ഞിനെ തരാമെന്ന് എനിക്ക് വാക്ക് തന്നതാ. കണ്ടല്ലോ, ഉള്ള കുഞ്ഞും കൂടി നഷ്ടപ്പെട്ട അവളുടെ അവസ്ഥ. എന്നാലും സീതയെ കാണുമ്പോ സങ്കടം തോന്നും ഭാർഗവ്. പാവം തോന്നുന്നുണ്ടോ? എന്നാ നീ ഒരു കാര്യം ചെയ്യ, നിന്റെ മകന് എള്ളും പൂവും വെക്ക. സ്വാമിജി എത്തിയല്ലോ. നമസ്കാരം. വരൂ, നിങ്ങൾ കാത്തിരിക്കായിരുന്നു. കുടിക്കാൻ എന്താ വേണ്ടേ? ടീ, കോഫി, ജ്യൂസ്? അത് പൂജയ്ക്കുള്ളതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പൂജ തുടങ്ങിക്കോളൂ. പൂജയോ? ഹാ,
അതായത് ചടങ്ങിന്റെ പൂജ. വരൂ. ആ കുഞ്ഞിന്റെ ഫോട്ടോയും മാലയും കൊണ്ടുവരാ. സ്വാമിജി, ഫോട്ടോ എന്തിനാ? അത് സിഹിയെ ഞാനിപ്പോ പോയി വിളിച്ചോണ്ട് വരാം. എന്താ ഇവിടെ നടക്കണത്? സിഹിയുടെ കർമ്മം ചെയ്യാൻ വേണ്ടിയല്ലേ ഞാൻ വന്നിരിക്കണത്. എന്നിട്ട് നിന്റെ ഭാര്യ സിഹിയെ കൊണ്ടുവരാന്ന് പറയണത് എന്താണ്? അത് സ്വാമിജി, സീതയ്ക്ക് അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട കാര്യം ഇതുവരെ അറിയില്ല. ഇന്നിവിടെ മോളുടെ കർമ്മങ്ങൾ നടക്കുന്ന കാര്യം അവൾക്കറിയില്ല. അവളുടെ മകൾക്ക് വേണ്ടി നമ്മളൊരു പൂജ നടത്തുന്ന കാര്യം മാത്രമേ അവൾക്കറിയൂ. അതുകൊണ്ട് ഈ ഫോട്ടോയും മാലയൊന്നും വേണ്ട. എന്നാ പിന്നെ കർമ്മങ്ങൾ തുടങ്ങിക്കൊള്ളു. സിഹി, ഏത് ഡ്രസ്സാ എന്റെ മോൾക്ക് വേണ്ടത്? ദാ നോക്ക്, ഏതാ വേണ്ടത്? ഇതൊക്കെയാണോ? ഇതെന്താ ഇത്? എനിക്ക് ശരിക്കും അത്ഭുതം തോന്നുന്നുണ്ട്. സീതമ്മ പറയുന്നതെല്ലാം സമ്മതിക്കുന്നുണ്ടല്ലോ. എപ്പോഴും ആ ഡ്രസ്സ് വേണം, ഈ ഡ്രസ്സ് വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നതാ. ഇന്നെല്ലാം നിന്റെ ഇഷ്ടമെന്ന് പറഞ്ഞ് നിൽക്കുന്ന എന്താ? ശരി, ഞാൻ ഡ്രസ് ഇട്ട് തരട്ടെ. ഇതാ, കാലിട്ടോ. പതുക്കെ തന്നെയല്ലേ ചെയ്യുന്നേ? ശരിക്കും നല്ല ക്യൂട്ടായല്ലോ മോളെ. അല്ല മോളെ, ഇതെന്താ പറ്റിയത്? നീ എന്താ കൂടെ കൂടെ മെലിഞ്ഞു വരുന്നേ? ഒരു ഡ്രസ്സ് നിനക്ക് ഫിറ്റ് ആവുന്നില്ല സിഹി. എല്ലാ ഡ്രസ്സും നിനക്ക് ലൂസ് ആവുന്നുണ്ട്. എന്താ നിനക്ക് പറ്റിയേ? പ്രിയ, ഒരു മിനിറ്റ് കേട്ടോ. പ്രിയ, ഏയ് പ്രിയ, എന്തുപറ്റി? എന്തിനാ കരയുന്നേ? കരഞ്ഞതല്ല. നീ എന്റെ അടുത്തുനിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. എന്താ കാര്യമെന്ന് പറഞ്ഞേ? ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ സീത. നീ അങ്ങനെ വെറുതെ കരയുന്ന കുട്ടിയല്ല. ഞാനത് പറഞ്ഞ നിനക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ സഹിക്കില്ലെന്നോ? അതിനും മാത്രം എന്താണെന്ന് പറയൂ സീത. ഞാൻ എന്താ നിന്നോട് പറയണ്ടേ? നിന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സീത. വാടാ. നിങ്ങൾക്കൊക്കെ 3 ദിവസം സമയം തന്നതാ. ആരും പണം കൊണ്ട് തന്നില്ല. ഇന്ന് ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്ത് തീർത്തിരിക്കും. ഇവിടെ ആരോ പറഞ്ഞിരുന്നു 3 ദിവസം കൊണ്ട് 3 ലക്ഷം അറേഞ്ച് ചെയ്ത് തരാമെന്ന്. അറേഞ്ച് ചെയ്യുന്നത് പോട്ടെ, 3 ലക്ഷത്തിൽ എത്ര പൂജ്യമുണ്ടെന്നെങ്കിലും ആ കുട്ടിക്ക് അറിയോ? എവിടെ അവര്? ആരെയും കാണുന്നില്ലല്ലോ. അവര് 3 ലക്ഷമൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യാനാണ്? അന്ന് തന്നെ അങ്ങ് തകർത്താ മതിയായിരുന്നു. വെറുതെ കുറെ സമയം കളഞ്ഞില്ലേ?
ഡാ, എല്ലാം അടിച്ച് തകർക്ക് എടുക്ക്.